ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹാദി ഗോൾഡ് കവറിംഗ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഹാദി ഗോൾഡ് കവറിംഗിന്റെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച കുറച്ച് കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. കരിമണിമാല, കാശുമാല, പേൾ ചെയിൻ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പുതിയ വ്യൂവേഴ്സിന്റെ അറിവിലേക്കായിട്ട് പറയാൻ കേട്ടോ, നിങ്ങൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ എവിടേക്കും ഞങ്ങൾ കൊറിയർ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ പള്ളുരുത്തി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, കരിമണിമാല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കരിമണിമാലയിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പൊ അതിലൊരു മോഡലാണിത്. ബ്ലാക്ക് ക്രിസ്റ്റൽ ബോൾസും ഗോൾഡൻ ബോൾസും ഓൾട്ടർനേറ്റീവായി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. പണ്ട് മുതലേ കരിമണി മാലക്ക് കുറച്ച് ഡിമാൻഡ് ഉള്ളൊരു മാലയാണ്. ഒരു തരം പൊന്നു കിട്ടിയാല് കുറച്ച് കരിമണി മുത്തോടൊപ്പം കോർത്തിടാനായിട്ട് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പൊ ഇപ്പോഴും അതേ ഡിമാൻഡോടുകൂടി തന്നെ നിലനിൽക്കുന്ന ഒരു ചെയിനാണിത്. അപ്പൊ ഈ ഒരു മോഡൽ മാല 10 പിടി, 8 പിടി, 6 പിടി ഈ 3 ലെങ്തിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെയിൻ. കരിമണിമാലയിൽ തന്നെ വരുന്ന മറ്റൊരു മോഡലാണിത്. നമ്മൾ ആദ്യം കാണിച്ച മോഡലിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിന്റെ മുത്തുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള പാറ്റേണിലാണ് വ്യത്യാസം എന്ന് പറയുന്നത്. 5 ബ്ലാക്ക് ക്രിസ്റ്റൽ ബോൾസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ഗോൾഡൻ ബോൾ വന്നിട്ടുള്ളത്. ഇതാണ് ഈ ഒരു മാലയുടെ ടോട്ടൽ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കാണിച്ചതെന്നും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ ഇതാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മോഡലാണ് ഇത്. അപ്പൊ ഈ ഒരു മോഡൽ മാലയുടെ 6 പിടി, 8 പിടി, 10 പിടി ഈ 3 ലെങ്തിലുള്ള മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ചെയിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും എന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ? താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചെയിൻ, വൈറ്റ് പേൾ ചെയിൻ. ഓവൽ ഷേപ്പിലുള്ള വൈറ്റ് പേൾസ് ഗോൾഡൻ ചെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഔട്ട്ഫിറ്റ്സിന്റെ കൂടെയൊക്കെ ഈ പേൾ ചെയിൻസ് ഒക്കെ പെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ക്വാളിറ്റി ഉള്ള പേൾസ് ആണ് ഈ ഒരു മാലയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിനാണിത്. അപ്പൊ ഈ ഒരു മോഡൽ മാലയുടെ 8 പിടിയും 10 പിടിയും ഈ 2 ലെങ്തിൽ വരുന്ന മാലകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു മാലയെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇതിന് കൂടുതൽ പിക്സ്, വീഡിയോസ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. നമ്മൾ മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് ചെയിൻ. അപ്പൊ ഇത് നമ്മൾ റെഡ് ക്രിസ്റ്റൽ ചെയിൻസ് ആണ് കേട്ടോ. റെഡ് ക്രിസ്റ്റൽ ബോൾസ് ഗോൾഡൻ ചെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചെയിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു ചെയിൻ കാണുമ്പോൾ തന്നെ കുറച്ച് ഗോൾഡൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ചെയിൻ ആണല്ലേ ഇത്. അതായത് ക്രിസ്റ്റൽ ബോൾസ് ജസ്റ്റ് 2 ഭാഗത്തായിട്ടും ഒരു ഗോൾഡൻ പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. നല്ല തിളക്കമുള്ള ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽ ബോൾസ് ആണ് ഈ ഒരു ചെയിനിലേക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ തന്നെയാണിത്. നമ്മുടെ ഷോപ്പിൽ വീക്ക്ലി എത്തുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ കണക്റ്റഡ്. അപ്പൊ ഈ ഒരു മോഡൽ ചെയിന്റെ 8 പിടി, 10 പിടി ഈ 2 ലെങ്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു മോഡൽ ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെയിൻ. കർവ് ചെയിനിൽ ക്രിസ്റ്റൽ ബോൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ മോഡൽ എന്ന് പറയുന്നത്. 5 ക്രിസ്റ്റൽ ബോൾസ് വീതം ഓൾട്ടർനേറ്റീവ് ആയിട്ട് കർവ് ചെയിനിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ ടോട്ടൽ പാറ്റേൺ എന്ന് പറയുന്നത്.
കറുത്ത ചെയിൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെയിൻ ആണ്. അപ്പൊ അതില് ഈ ക്രിസ്റ്റൽ ബോൾസ് കൂടി വരുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. നല്ല ക്വാളിറ്റിയുള്ള ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽ ബോൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മോഡൽ ചെയിന്റെ 6 പിടി, 8 പിടി, 10 പിടി ഈ 3 ലെങ്ത്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു മാലയെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെയിൻ. റെഡ് പേൾസ് ഗോൾഡൻ ചെയിനിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ മോഡൽ എന്ന് പറയുന്നത്. 5 റെഡ് പേൾസ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഗോൾഡൻ പേൾ, ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത്. നമ്മള് ബീഡ്സിന്റെ മാലകളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്താട്ടോ. അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത സമയത്ത് അത് ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫിനിഷിംഗ് ഉള്ള പേൾസ് ആണ് ഈ ഒരു മാലയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ ആണിത്. അപ്പൊ ഈ ഒരു പാറ്റേൺ മാലയുടെ 10 പിടി, 8 പിടി ഈ 2 ലെങ്തിലുള്ള മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് ചെയിൻ. ബോൾ ചെയിൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെയിൻ ആണല്ലേ. അപ്പൊ അതില് റെഡ് പേൾസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ മോഡൽ എന്ന് പറയുന്നത്. 7 ഗോൾഡൻ ബോൾസ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന റെഡ് പേൾസ്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മാലയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഗോൾഡൻ ബോൾസും റെഡ് പേൾസും ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ ബോൾസിനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഒരു മോഡലിൽ വരുന്ന 8 പിടി, 10 പിടി ഈ 2 ലെങ്ത്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് ചെയിൻ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാശിമാല. 2 ലെയറിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ക്രിസ്റ്റൽ ബോൾസ്, അതിൽ ഓൾട്ടർനേറ്റീവ് ആയി അറേഞ്ച് ചെയ്തിട്ടുള്ള ഗോൾഡൻ കോയിൻ പ്ലേറ്റ്സ്, ഇതാണ് ഈ ഒരു ചെയിന്റെ ടോട്ടൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ചെയിൻ തന്നെ 2 കളേഴ്സിലൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഒരു കളർ, അതായത് ആ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബോൾസിന് പകരമായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള റെഡ് ക്രിസ്റ്റൽ ബോൾസ്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെയിൻ ആണല്ലേ ഇത്. ഇന്നും ഈ ഒരു ചെയിൻ ആളുകൾ പെയർ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഓണമൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ സെറ്റ് സാരിയൊക്കെ നമ്മൾ കോസ്റ്റ്യൂം ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയമാണ്. അതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് ചോയ്സ് ആണിത്. ഈ ഒരു സെയിം ചെയിന്റെ വൈറ്റ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ബോൾസിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയില് ഈ ഒരു വൈറ്റ് ക്രിസ്റ്റൽ ബോൾസിന്റെ ഭംഗി അത്ര അങ്ങ് എടുത്ത് കാണുന്നില്ല കേട്ടോ. പക്ഷെ ഇത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇതിലും ഭംഗിയാണ്. അപ്പൊ ഈ ഒരു 3 കളേഴ്സിലാണ് നമ്മുടെ കാശിമാല വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു 3 കളേഴ്സിൽ വരുന്ന ഈ കാശിമാലയുടെ 8 പിടിയും 10 പിടി ഈ 2 ലെങ്ത്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും എന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് ചെയിൻ. വൈറ്റ് പേൾ ചെയിൻ. നമ്മൾ കുറച്ചു നേരത്തെ ഒരു റെഡ് പേൾസിന്റെ സെയിം മോഡലിൽ വരുന്ന ഒരു ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ചെയിനും വന്നിട്ടുള്ളത്. 3 വൈറ്റ് പേൾസ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഗോൾഡൻ ബോൾ, ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത്. പേൾസിന്റെ ചെയിനൊക്കെ നമുക്ക് വെറുതെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂടൂട്ടാ. പെൻഡന്റ് കളക്ഷന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. കുറെ നല്ല മോഡൽസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേണിൽ വരുന്ന വൈറ്റ് പേൾ ചെയിൻ 8 പിടി 10 പിടി ഈ 2 ലെങ്ത്തിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെയിൻ.
വൈറ്റ് പേൾ ചെയിൻ. നമ്മൾ നേരത്തെ കണ്ട പേൾ ചെയിനിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്. ഇത് നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള പേൾസ് അല്ല, കുറച്ച് ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പേൾസ് തന്നെ ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിലൊരു മോഡലിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത് കേട്ടോ. എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പേൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ തന്നെയാണിത്. അപ്പൊ ഈ ഒരു വൈറ്റ് പേൾ ചെയിന്റെ 8 പിടി 10 പിടി ഈ 2 ലെങ്ത്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെയിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ചെയിൻ. കരിമണി മാല തന്നെ വന്നിട്ടുള്ള വേറൊരു മോഡലാണ് കേട്ടോ ഇത്. 3 ബ്ലാക്ക് ക്രിസ്റ്റൽ ബോൾസ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബോൾ, ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത്. ഈ ഒരു മാലയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല തിളക്കമുള്ള ക്രിസ്റ്റൽസ് ആയതുകൊണ്ട് തന്നെ മാല കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചുണ്ടല്ലേ. അപ്പൊ ആസ് യൂഷ്വൽ ഈ ഒരു ചെയിന്റെ 6 പിടി 8 പിടി 10 പിടി ഈ 3 ലെങ്ത്തിൽ വരുന്ന മാലകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ ചെയിൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കളക്ഷൻസ് ഒക്കെ എല്ലാവരിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ കാണിച്ചതിലെ ഏത് മോഡൽ ചെയിനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഓർണമെന്റ്സ് കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ നമ്മൾ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഓർണമെന്റ്സ് കളക്ഷൻസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ കണക്റ്റഡ്. അപ്പൊ അടുത്ത കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.